നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. എം മുകുന്ദൻ്റെ അപ്പൻ്റെ ബ്രാൻഡിക്കുപ്പി എന്ന കഥാസമാഹാരത്തിലെ അപ്പൻ്റെ ബ്രാൻഡിക്കുപ്പി എന്ന കഥ കേൾക്കാം. ഞാൻ തൂങ്ങിച്ചാകും, അവൾ പറഞ്ഞു. സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയ അവൾ യൂണിഫോം മാറിയിരുന്നില്ല. നീല സാൽവാറും വെള്ള കമ്മീസുമാണ് പെൺകുട്ടികളുടെ യൂണിഫോം. ഉത്തരേന്ത്യക്കാരുടെ ചുരിദാറും കുർത്തയും ഇപ്പോൾ മലയാളി പെണ്ണുങ്ങൾ പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുന്നു. 57 വയസ്സുള്ള അയാളുടെ ഭാര്യ സാവിത്രി സാരി ഉപേക്ഷിച്ച് ചുരിദാർ കുർത്തയിലേക്ക് കയറിയിരിക്കുകയാണ്. എന്തിനാണ് ഈ ഉത്തരേന്ത്യൻ വേഷം എന്ന് അയാൾ തിരക്കിയപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങൾ പണ്ടേ പാൻറ്റിൽ കയറിയിരിക്കുന്നു. എന്നെ പെണ്ണ് കാണാൻ വന്നത് പാൻറ് ഇട്ടിട്ടാ? അത് മലയാളി വേഷാ? അവളുടെ ചോദ്യത്തിന് മുൻപിൽ അയാൾക്ക് ഉത്തരം മുട്ടി. അയാൾക്ക് വയസ്സ് 65. 20ാമത്തെ വയസ്സിലാണ് അയാൾ സർക്കാർ ഉദ്യോഗത്തിൽ കയറിയത്. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് തലശ്ശേരിയിലെ CK ബാലൻ കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ടൈപ്പ് റൈറ്റിംഗ് ലോവറും തുടർന്ന് ഹയറും പാസ്സായ ശേഷമാണ് ക്ലാർക്കിൻ്റെ തസ്തികയിൽ സർക്കാർ ജോലിയിൽ കയറിയത്. ഉടനെ ഒരു ജോഡി പാൻറ് തയ്പ്പിച്ചു. 13ാമത്തെ വയസ്സ് തുടങ്ങി ഉടുത്തിരുന്ന മുണ്ട് ഉപേക്ഷിച്ച് പാൻറ് ധരിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അത് അയാളുടെ തീരുമാനമായിരുന്നില്ല. ഏച്ചിയാണ് അതിന് പ്രേരിപ്പിച്ചത്. മുണ്ടുടുത്തിട്ടാടാ ഇനി ആഫീസിൽ പോകുന്നത്? നല്ല കഥ. ഇനിയിപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാ, പാൻറിട്ട് പോകണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മുണ്ടുടുത്ത് നടക്കുന്നത് ചേപ്രയാണെന്ന് ഏച്ചി പറഞ്ഞു. അങ്ങനെയാണ് അയാൾ തലശ്ശേരിയിൽ പോയി പാൻറിന് തുണിയെടുത്ത് തയ്പ്പിച്ചത്. അയാളുടെ നാട്ടിൽ പാൻറ് തുന്നാൻ മാത്രം വൈദഗ്ധ്യമുള്ള തയ്യൽക്കാർ ഉണ്ടായിരുന്നില്ല. നല്ല തുണിപ്പീടികകളും തയ്യൽക്കാരും തലശ്ശേരിയിലാണ് ഉണ്ടായിരുന്നത്. കാലമേറെ കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിന് ഒരു മാറ്റവുമില്ല. ഒരു കുട വാങ്ങണമെങ്കിൽ പോലും തലശ്ശേരിയിൽ പോകും, എങ്കിലേ നാട്ടുകാർക്ക് തൃപ്തി വരികയുള്ളൂ. അതിൽ അയാളുടെ നാട്ടിലെ വ്യാപാരികൾ അസംതൃപ്തരായിരുന്നു. തലശ്ശേരിയിലെ കച്ചവടക്കാർക്ക് കൂടോത്രം അറിയാം. ഓല് നമ്മളെ നാട്ടുകാരെ മുയ്യോന് മയക്കിയെടുത്തിരിക്കുക. ഇങ്ങനെ പോയാൽ നാളെ പീടികൾ പൂട്ടി പുരയിലിരിക്കേണ്ടി വരും. ഞാളും മക്കളും പട്ടിണിയാകും. അധികം വൈകാതെ അയാൾ പാൻറ് ഉപേക്ഷിച്ച് മുണ്ടിലേക്ക് തിരിച്ചു കയറി. കറുത്ത കരയുള്ള ഖാദിമുണ്ടായിരുന്നു അയാൾക്ക് പ്രിയം. മുണ്ട് മടക്കി കുത്തി നടക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്, അയാൾ പറയും. എൻ്റെ 3 ചങ്ങാതിച്ചികളും ഓലെ അച്ഛൻ പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ മാത്രം 1 ഉറുപ്പ്യ പോലും എനിക്ക് പോക്കറ്റ് മണി തരാത്തത്. സ്കൂളിൽ നിന്ന് ക്ഷീണിച്ച് തിരികെ വന്ന മകൾ ആവലാതി പറഞ്ഞു. എനിക്കെന്തിനാ പെണ്ണെ പോക്കറ്റ് മണി? എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ അച്ഛൻ മേടിച്ചു തരുന്നില്ലേ? അവളുടെ അമ്മ പറഞ്ഞു. മകളുടെ നാവിന് ഉളിയുടെ മൂർച്ചയാണ്. അവളോട് തർക്കിക്കാൻ അവളുടെ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അയാൾക്കതിന് കരുത്തില്ല. അതുകൊണ്ട് അയാൾ മിണ്ടാതെയിരിക്കും. നല്ല കണ്ണും മൂക്കും നിറവുമുള്ള ചന്തക്കാരി കുട്ടിയാണ് 10ൽ പഠിക്കുന്ന അയാളുടെ മകൾ. അവളുടെ നാവിൻ്റെ മൂർച്ച അയാളെ ശല്യപ്പെടുത്തുന്നു. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് മകളുടെ കഴുത്തിൽ താലി കെട്ടില്ലേ? അവൻ എങ്ങനെയാണ് ഈ പെണ്ണിൻ്റെ കൂടെ പൊറുക്കുക? ഒരിക്കൽ അയാൾ ഈ ആശങ്ക തൻ്റെ ഉത്തമ സുഹൃത്തായ ശ്രീജിത്തിനോട് പങ്കുവെച്ചു. അത് കേട്ട് ശ്രീജിത്ത് പറഞ്ഞു, എടാ മദനാ, എൻ്റെ മോള് മാത്രമല്ല ഇങ്ങനെ. ഇപ്പോൾ എല്ലാ പെൺകുട്ടികളുടെയും നാവിന് നല്ല മൂർച്ചയാണ്. അയാൾ തുടർന്നു. കമ്മ്യൂണിസ്റ്റാരുടെ കൊടിയുമിലെ അരിവാളിൻ്റെ മൂർച്ച ഇപ്പം കുറഞ്ഞു പോയി. ആ മൂർച്ച മുയ്യനും ഇപ്പോൾ നമ്മളെ പെൺകുട്ടികളുടെ നാവിന്മേലാ. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു കാശ് എനിക്ക് പോക്കറ്റ് മണി കിട്ടൂല. അത് കണ്ട് ഇനി തുള്ളണ്ട. എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാം, അച്ഛൻ മേടിച്ചു തരും. അച്ഛൻ ഒന്നും മേടിച്ചു തരണ്ട, ഞാൻ മേടിക്കും. അച്ഛൻ പൈസ തന്നാലും മതി. അതിനാ പോക്കറ്റ് മണിയെന്ന് പറയുന്നത്. ആ പുതി എൻ്റെ മനസ്സിലിരിക്കട്ടെ. ഞാൻ തൂങ്ങിച്ചാകും. ചത്തോളൂ, ഇതാ കയറാടേണ്ട്. അവളുടെ അമ്മ അടുക്കളയുടെ നേരെ ചൂണ്ടിക്കാട്ടി. അവിടെ തട്ടിന്മേൽ ഒരു കെട്ട് ചൂടി കിടപ്പുണ്ടായിരുന്നു. കയ്പവള്ളി പടർത്താൻ വേണ്ടി അയാൾ വാങ്ങിവെച്ചതായിരുന്നു അത്. കയ്പ മുഴുവൻ കീടങ്ങൾ തിന്ന് വാടിക്കരിഞ്ഞു. ഈ കീടങ്ങളെ മനുഷ്യന്മാരെ ജീവിക്കാൻ സമ്മതിക്കില്ല, അയാൾ പറഞ്ഞു. കരിവേപ്പിലേൻ്റെ മുകളിൽ മുയ്യനും കീടങ്ങൾ. ഇച്ചിരി കാന്താരി മുളക് നട്ടു വളർത്താന്ന് വെച്ചാൽ അതിൻ്റെ ഇലകൾ മുയ്യനും കീടങ്ങൾ വന്ന് തിന്നുക. ഈ കീടങ്ങളെ പടച്ചാൻ എന്തിനാ ഇങ്ങനെ കയറഴിച്ച് വിട്ടിരിക്കുന്നത്? കൊന്നെടുക്കരുതോ ഐറ്റിങ്ങളെ? ബാക്ടീരിയകൾ, വൈറസുകൾ, കീടങ്ങൾ. പണ്ട് ഈറ്റിങ്ങളൊന്നും ഈടെ ഇല്ലായിരുന്നു. അന്ന് ജീവിക്കാൻ എന്ത് സുഖമായിരുന്നു. അയാൾ പഴയ കാലത്തെ ജീവിതം ഓർത്ത് ദീർഘമായി നിശ്വസിച്ചു. അതിനോട് അയാളുടെ ഒരു ചങ്ങാതി വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പഴയ കാലത്തും അണുക്കൾ ഉണ്ടായിരുന്നടോ. TB വന്ന് ചോര ഛർദ്ദിച്ച് എത്ര മനുഷ്യന്മാരാ അക്കാലത്ത് ചത്തത്? എനിക്കതൊന്നും ഓർമ്മയില്ലേ? മനുഷ്യന്മാരുള്ള കാലത്തോളം അണുക്കളും ഉണ്ടാകും. ഒരു അണു പോകുമ്പോൾ വേറൊന്നു വരും. അതാ ജീവിതം എന്ന് പറയുന്നത്. അണുക്കളുടെയും കീടങ്ങളുടെയും ഒപ്പരം നമ്മൾ ജീവിക്കാൻ പഠിക്കണം. നമ്മൾ അവരെ പ്രതിരോധിക്കണം, അയാൾ പറഞ്ഞു. ആരോടും പൊരുതാൻ എന്നെക്കൊണ്ട് കഴിയൂല, ചങ്ങാതി പറഞ്ഞു. സർക്കാർ ഉദ്യോഗത്തിൽ കയറിയത് കൊണ്ടാ ഇനി ഇങ്ങനെ കഴിവില്ലാത്തവനായി പോയത്.
സർക്കാർ ഓഫീസിൽ പണിയെടുത്താൽ മനുഷ്യന്മാർ ഒന്നിനും കൊള്ളാത്തവരായി പോകും. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ചുമലുകളിലാണ് രാജ്യം നിൽക്കുന്നതെന്ന് പറയുവാൻ അയാൾ ആഗ്രഹിച്ചു. തർക്കിക്കാൻ അറിയാത്തതുകൊണ്ട് മൗനം പാലിച്ചു. മോളെ, അയാൾ അടഞ്ഞ വാതിലിന് പുറത്തു നിന്നുകൊണ്ട് വിളിച്ചു. മാസം കൂടി പെൻഷൻ കിട്ടിയാൽ അച്ഛൻ എനിക്ക് പോക്കറ്റ് മണി തരാം. ഇപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരു കാശില്ല. ഞാൻ പറയുന്നത് ഇനി വിശ്വസിക്ക്. ഞാൻ എനിക്ക് തന്ന വാക്ക് എന്തെങ്കിലും പാലിക്കാതിരുന്നിട്ടുണ്ടോ? കയ്യിൽ കാശില്ലെങ്കിൽ കടം മേടിച്ചു താ. മുറിയുടെ വാതിൽ തുറക്കാതെ അവൾ പറഞ്ഞു. ഈ വയസ്സുകാലത്ത് ഇനിയും ഞാൻ കടം മേടിക്കണോ മോളെ? ജീവിതകാലം മുഴുവൻ കടമേടിച്ച് നടന്നവനാണ് മകൾ കൊട്ടിയടച്ച വാതിലിന് മുൻപിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ. മറ്റാർക്കും അതറിയില്ലെങ്കിൽ ഈശ്വരന് അതറിയാം. അയാൾക്ക് 3 പെങ്ങന്മാരുണ്ടായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മുണ്ടുടുത്തു നടക്കരുതെന്ന് പറഞ്ഞ ഏച്ചിയാണ് മൂത്തത്. അയാൾ ഉദ്യോഗത്തിൽ കയറിയതിനു ശേഷം ഓരോ കാശും സമ്പാദിച്ചു. 5 വർഷത്തിനു ശേഷം സമ്പാദ്യവും കടം വാങ്ങിയ തുകയും ചെലവഴിച്ച് അയാൾ അവരുടെ വിവാഹം നടത്തിച്ചു കൊടുത്തു. അപ്പോൾ മൂത്ത പെങ്ങൾക്ക് 28 വയസ്സ് കഴിഞ്ഞിരുന്നു. കല്യാണത്തിന് മുൻപ് പുരയൊന്ന് നന്നാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. രണ്ടും ഒന്നിച്ച് നടക്കില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. മൂത്ത പെങ്ങൾ പോകുമ്പോഴേക്ക് മറ്റു 2 പെങ്ങന്മാർ വരിയിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. 2 പേർക്കും അയാളേക്കാൾ പ്രായം കുറവാണ് എന്നതായിരുന്നു ആശ്വാസം. നോക്കി നിൽക്കെ അവർ 2 പേരും മഴക്കാലത്ത് വാഴക്കന്നുകൾ വളരുന്നത് പോലെ വളർന്നു വലുതായി. വീണ്ടും കടം മേടിച്ചു. ഒരുത്തിയെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയച്ചു. മൂന്നാമത്തവൾ അയാൾക്ക് ശ്വാസം വിടാൻ സമയം നൽകിയില്ല. അവൾ ഒരു കൊള്ളരുതാത്തവനുമായി ലോകത്തിലായി. വിവരം ചെവിയിലെത്തിയപ്പോൾ അയാൾ പരിഭ്രമിച്ചു. പ്രണയിക്കുന്നതിൽ അയാൾക്ക് പരാതിയില്ലായിരുന്നു. എന്നാൽ അവന് സ്വഭാവദൂഷ്യമുണ്ടെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാമായിരുന്നു. എന്താടോ ഇത്? ഇനി ഇതൊന്നും കാണുന്നില്ലേ? പെങ്ങൾക്ക് കയറിയിട്ടില്ലെങ്കിൽ ഓളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ഖേദിച്ചിട്ട് ഫലമുണ്ടാകില്ല. അപ്പോഴത്തേക്ക് ഓള് ഓൻ്റെ പൊരയിലെത്തിയിട്ടുണ്ടാകും, നാട്ടുകാർ പറഞ്ഞു. സ്വഭാവദൂഷ്യമുള്ള ഒരുത്തൻ്റെ കൂടെ ഇളയ പെങ്ങൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടു നിൽക്കാൻ അയാൾക്ക് മനക്കരുത്തെവിടെ? അവൾക്ക് ഒരു നല്ല ചെറുപ്പക്കാരനെ കണ്ടെത്തി. ആഫീസിലെ സഹപ്രവർത്തകരാണ് അതിനുവേണ്ടി മുൻകൈയെടുത്തത്. അവർ സാമ്പത്തിക സഹായവും നൽകി. ശ്രീജിത്ത് 50,000 തന്നു. ഇത് പലിശയില്ലാത്ത കടമാണ്, അയാൾ പറഞ്ഞു. അങ്ങനെ അവളുടെ കല്യാണവും കഴിച്ചു. സ്വന്തം വിവാഹത്തിന് മുൻപ് ലോണെടുത്ത് പുരയുടെ കേടുപാടുകൾ തീർത്തു. പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയത് തുക കൊണ്ടാണ് അവസാനത്തെ കടവും വീട്ടിയത്. മോളെ, ഞാൻ വാക്കുമാറില്ല. മാസം കൂടി പെൻഷൻ കയ്യിൽ കിട്ടിയാൽ ആദ്യം എനിക്ക് പോക്കറ്റ് മണി തന്നിട്ടേ റേഷൻ മേടിക്കൂ. ഇനി എന്നെ വിശ്വസിക്കണം, അയാൾ ആവർത്തിച്ചു. അവൾ വാതിൽ തുറന്ന് ഒരു കുട്ടി ദേവിയെപ്പോലെ അയാളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഇനി തൂങ്ങിച്ചാകും എന്നൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുത്. ഈ അച്ഛന് അതൊന്നും താങ്ങാനുള്ള കരുത്തില്ല. കഴിഞ്ഞ തവണ തൂങ്ങി മരിക്കുമെന്നുള്ള പേടിപ്പിക്കൽ ഉണ്ടായത് സ്കൂൾ ആനിവേഴ്സറിക്കായിരുന്നു. അന്ന് മകൾക്ക് ഒരു കസവ് കരിയുള്ള പാവാടിയും ബ്ലൗസും വേണമെന്ന് വാശിയായി. അവളുടെ ചങ്ങാതിച്ചികൾ എല്ലാവരും അതുപോലുള്ള വേഷമണിഞ്ഞാണ് വരിക. അവൾ പറഞ്ഞു. അയാൾ തലശ്ശേരിയിൽ ചെന്ന് പല തുണിപ്പീടികകളിൽ കയറിയിറങ്ങി. 2500-ൽ കുറഞ്ഞ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇത്തിരി മോടി കൂടിയതാണെങ്കിൽ 3000-ന് മുകളിലാണ് വില. അയാളുടെ കയ്യിൽ അതിനുള്ള കോപ്പുണ്ടായിരുന്നില്ല. കോലായിൽ അച്ഛൻ്റെ വരവും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവൾ. അയാൾ ഒഴിഞ്ഞ കൈയോടെ മടങ്ങി വരുന്നത് കണ്ടപ്പോൾ അവൾ ബഹളം വെച്ചു. ഞാനിപ്പം തൂങ്ങിച്ചാകും, അവൾ തൊണ്ട കീറി പറഞ്ഞു. ചത്തോളൂ കുരിപ്പേ, എനിക്ക് ഞാൻ 4 മുഴം പുതിയ കയറ് മേടിച്ചു തരാം. അത് മുറിയിൽ വെച്ചോ. എപ്പോഴാ ചാകണ്ടേന്ന് വെച്ചാൽ അപ്പം പോയി തൂങ്ങിക്കോ, അമ്മ പറഞ്ഞു. അവരുടെ കണ്ണുകൾ ക്ഷോഭം കൊണ്ട് തുടുത്തിരുന്നു. അയാൾ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവൾ തൊള്ള തുറന്ന് ഉച്ചത്തിൽ കരഞ്ഞു. ഇന്ന് ഞാൻ ശരിക്കും തൂങ്ങിച്ചാകും. നിങ്ങളെ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് വരുമ്പോൾ ഫേനുമിൽ തൂങ്ങുന്ന എന്നെയാ കാണുക. കണ്ണ് പുറത്തേക്കുന്തി, നാവ് കടിച്ചു മുറിച്ച്, തൊടകൾ കീറിപ്പറഞ്ഞ് ചത്തു തൂങ്ങിക്കിടക്കുന്ന എന്നെയാ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ രണ്ടാളും പഠിക്കും. അയാൾ 2 ചെവികളും കൈകൊണ്ട് പൊത്തി. ചെവികളിലൂടെ ലാവ ഒഴുകുന്നത് പോലെ തോന്നി. മോളെ, ഇങ്ങനെയൊന്നും പറയല്ലേ. അച്ഛൻ ഇതൊന്നും കേട്ടു നിൽക്കാനുള്ള ശക്തിയില്ല. അയാൾ കൈവിരലിലെ മോതിരം ഊരിവിറ്റു. അത് അയാളുടെ വിവാഹമോതിരമായിരുന്നു. 1/4 പവൻ തികച്ചും ഉണ്ടായിരുന്നില്ല. ആ പൈസ കൊണ്ട് കസവുകടയിൽ കയറി മകൾക്ക് പാവാടിയും ബ്ലൗസും വാങ്ങി. ബാക്കി വന്ന പൈസ കൊണ്ട് അയാൾ ഭാര്യയ്ക്ക് ഒരു ചേലയും വാങ്ങി. മറ്റു പെണ്ണുങ്ങളെപ്പോലെ മാറി മാറി ഉടുക്കാൻ അവൾക്ക് ചേലകളില്ല. ഒരു പുതിയ സാരി വാങ്ങിക്കൊടുത്തിട്ട് കൊല്ലം 2 ആയി കാണണം. പുതിയ ആശങ്കകളും അയാൾക്കുണ്ട്. +2 കഴിഞ്ഞാൽ മെഡിസിന് പോകാനാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കാത്ത കർക്കശ സ്വഭാവക്കാരിയാണെങ്കിലും നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. SSLCക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ടെന്നാണ് മഹിള ടീച്ചർ പറഞ്ഞത്. ചിലപ്പോൾ ഇങ്ങളെ മോള് മുഴുവൻ വിഷയങ്ങളിലും 100-ൽ 100 ഫുൾ മാർക്ക് മേടിക്കും. അതിന് ഓൾക്ക് ഗ്രേസ് മാർക്കിൻ്റെ ആവശ്യം ഒന്നും വരില്ല. ഓള് മിടുമിടുക്കിയ, ശാഠ്യം ഇച്ചിരി കൂടുതലാണെന്ന് മാത്രം, ടീച്ചർ പറഞ്ഞു. പ്രസംഗകലയിലും അവൾ മിടുക്കു കാണിച്ചു. ഇംഗ്ലീഷ് പ്രസംഗത്തിലും മലയാളം പ്രസംഗത്തിലും 1-ാം സ്ഥാനത്ത് അവളാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, പ്രസംഗത്തിൽ ഓളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അധിക പ്രസംഗിയല്ലേ ഓള്. മിടുമിടുക്കി സുന്ദരിക്കുട്ടി.
മകളുടെ ബുദ്ധിയിലും ചേലിലും അയാൾക്ക് അതിരുകടന്ന അഭിമാനവും സന്തോഷവും തോന്നി. അവളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും അയാൾക്ക് ആനന്ദം നൽകി. ബന്ധുക്കളെയും പരിചയക്കാരെയും കാണുമ്പോൾ തൻ്റെ മകളെക്കുറിച്ച് മാത്രമാണ് അയാൾ സംസാരിച്ചത്. സാധാരണഗതിയിൽ വാക്കുകളുടെ ഉപയോഗത്തിൽ ലുബ്ധനായ അയാളുടെ വായിൽ അപ്പോൾ 100 നാവുകൾ മുളച്ചുവരും. മകളെക്കുറിച്ചുള്ള അയാളുടെ വീമ്പു പറച്ചിൽ കേട്ട് മടുത്തപ്പോൾ ചങ്ങാതിമാരിൽ ഒരാൾ പറഞ്ഞു, "എനിക്ക് മാത്രമേ മോളുള്ളൂ? ഞാൾക്കാർക്കും പെൺകുട്ടികളില്ലെന്നാ ഇൻ്റെ വിചാരം. ഇൻ്റെ ഒരു ബെഡായി മിണ്ടാതിരിയടോ." വേറൊരു ചങ്ങാതി ഒരു ഉപദേശവും നൽകി. "പെമ്മക്കളെ നമ്മളധികം ലാളിക്കരുത്. ലാളിച്ചാൽ ഓല് നമ്മളെ തലയിൽ കയറിയിരിക്കും. പിന്നെ ഓലെ പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് പെമ്മക്കളെ എപ്പോൾ നിലക്ക് നിർത്തണം. ഓലെ എമ്മക്ക് സ്നേഹിക്കാം, ഓലിക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കാം. പക്ഷെങ്കിൽ ഓലെ നമ്മൾ തലയിൽ വെച്ച് നടക്കരുത്. അത് ഓലിക്കും ഉമ്മക്കും നല്ലതല്ല." അപ്പോൾ വേറൊരു ചങ്ങാതി പറഞ്ഞു, "നമ്മളെ പൈമക്കളെ അല്ലാതെ പിന്നെ ആരെ നമ്മൾ താലോലിക്കുക? ആമക്കളെ താലോലിച്ചത് കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഓല് ഒരീസം ഒരുത്തീൻ്റെ കഴുത്തിൽ താലി കെട്ടി അങ്ങ് പോകും. പിന്നെ ആമക്കൾ ഓലെ പെണ്ണ് പറയുന്നത് പോലെയേ കേൾക്കൂ. പിന്നെ ഓലിക്ക് അച്ഛനും വേണ്ട, അമ്മയും വേണ്ട. പിന്നെ ഓലിക്ക് ഓലെ പെണ്ണിനെയും മക്കളെയും മാത്രം മതി. ലോകത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതാ. പണ്ടത്തെ സ്നേഹമൊന്നും ഇപ്പോൾ അച്ഛനും മക്കളും തമ്മിലില്ല. ആരെങ്കിലും ഇച്ചിരി നമ്മളെപ്പറ്റി നിരീക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ പെമ്മക്കളാ, ആൺമക്കളല്ല. അയാൾക്ക് ആൺമക്കളില്ല. അതുകൊണ്ട് അപ്പറഞ്ഞതിനോട് അയാൾ യോജിക്കുകയോ വിയോജിക്കുകയോ ഉണ്ടായില്ല. ആരെന്തു പറഞ്ഞാലും അയാൾക്ക് അയാളുടെ സുന്ദരിക്കുട്ടി മകളെ ഒരുപാട് ഇഷ്ടമാണ്. അത് അയാളുടെ ഭാര്യയ്ക്ക് നന്നായി അറിയാം. പെണ്ണിനെ ഇങ്ങനെ വെടക്കാക്കിയത് ഇങ്ങൾ തന്നെയാ, മറ്റാരുമല്ല, ഭാര്യ പറയും. അത് 2-3 മാസം മുൻപായിരുന്നു. ഇപ്പോൾ ദാ മകൾ മറ്റൊരു ആവശ്യവുമായി വന്നിരിക്കുന്നു. "എന്താടി ഇനി മുഖം വീർപ്പിച്ചിരിക്കുന്നത്?" "എന്നോട് ആർക്കും സ്നേഹമില്ല. എൻ്റെ ക്ലാസ്സിലെ അനഘേൻ്റെ അച്ഛനും അമ്മയും ഓളെ സ്നേഹിക്കുന്നത് നിങ്ങൾ കാണണം. നിങ്ങൾ അത് കണ്ട് പഠിക്കണം." "എടി ഇനി എന്തെന്ത് വേണമെങ്കിലും പറഞ്ഞോ. എൻ്റെ അച്ഛനെ മാത്രം ഒന്നും പറയരുത്. ആ പാവം ഉമ്മക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയോ മൂദേവി. ജീവിതത്തിൽ ഒരു സുഖവും ആ മനുഷ്യന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വയസ്സ് കാലത്തെങ്കിലും ഇച്ചിരി മനസമാധാനത്തോടെ ഓർ ജീവിച്ചോട്ടെ. ഇനിയും എൻ്റെ അച്ഛൻ്റെ സൗകര്യം കെടുത്തരുത്. ഞാനല്ല ഇങ്ങളെ അച്ഛൻ്റെ സൗകര്യം കെടുത്തുന്നത്." "എന്താ ഇനി പറഞ്ഞത് മൂദേവി? തോന്നിയാസം പറഞ്ഞാൽ എൻ്റെ നാവ് ഞാൻ അരിഞ്ഞു കളയും, കണ്ടോളൂ." അമ്മ അവളുടെ നേരെ കയ്യോങ്ങി. അമ്മയ്ക്ക് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തോന്നി. "എൻ്റെ മുല കുടിച്ച് വളർന്നതാ ഇനി. എൻ്റെ തീട്ടവും മൂത്രവും ഞാൻ കോരിയിട്ടുണ്ട്. നന്ദിയില്ലാത്തോള് എൻ്റെ തലയിൽ ഇടുത്തി വീഴും." അത് കേട്ടുകൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് കയറി വന്നത്. എന്താ അയാൾ വേവലാതിയോട് ചോദിച്ചു. അയാളുടെ നെറ്റി പിളർന്ന് വിയർപ്പ് പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. "മോളോട് തന്നെ ചോദിക്ക്, ഓൾക്കൊരു ജിമിക്ക് കമല് വേണം പോലും." "എൻ്റെ മോള് അങ്ങനെയൊന്നും പറയില്ല. ഓൾക്കറിയാം എൻ്റെ കയ്യിൽ ചില്ലി കാശില്ലെന്ന്, അല്ലേ മോളെ?" അവൾ അച്ഛനെ കണ്ടതായോ അച്ഛൻ പറഞ്ഞത് കേട്ടതായോ നടിച്ചില്ല. അവൾ മുഖം വീർപ്പിച്ചിരുന്നു. അവൾ എപ്പോഴും ഇങ്ങനെ പരിഭവിച്ചിരിക്കുന്നതിൽ അയാൾ സ്വകാര്യമായി വ്യസനിച്ചിരുന്നു. സദാ കളിയും ചിരിയുമായി കഴിയുന്ന മകളെ കാണുവാനാണ് അയാൾ ഇഷ്ടപ്പെടുന്നത്. അവളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുമ്പോൾ അവളുടെ കളിയും ചിരിയും തിരിച്ചു വരും. "എൻ്റെ പൊന്നച്ഛൻ" എന്നും പറഞ്ഞ് അവൾ അയാളെ കെട്ടിപ്പിടിക്കും. ഒരു ദിവസം അവൾ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് അയാളുടെ നനച്ച കുറ്റിരോമങ്ങളോടെ മുഖത്ത് ചുംബിച്ചു. "ഇനി 10ൽ പഠിക്കുന്ന പെൺകുട്ടിയാ, ഇങ്ങനൊന്നും ചെയ്യരുത്." അയാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ അയാൾക്ക് ഒരു ഉമ്മ കൂടി കൊടുത്തു. "എനിക്ക് വേറൊന്നും വേണ്ട. എന്നും നിന്നെ ഇങ്ങനെ സന്തോഷത്തോടെ കണ്ടാൽ മതി." അയാൾ വാത്സല്യത്തോടെ മനസ്സിൽ പറഞ്ഞു. കുഞ്ഞുനാളിൽ അവൾ വയറ്റിലെ കൃമികടി കാരണം ഉറങ്ങാതെ കിടന്ന് കരയുമ്പോൾ അയാൾ പരിഭ്രാന്തനാകുമായിരുന്നു. മഴയത്ത് കൂരിരുട്ടിൽ കുടയുമായി മരുന്നുകടയിൽ പോയി അയാൾ ഗ്രേപ്പ് വാട്ടർ വാങ്ങിക്കൊണ്ടുവന്ന്. മോളെക്കുറിച്ചുള്ള വേവലാതികൾ അന്നു തുടങ്ങിയതാണ്. ഇനിയങ്ങോട്ട് തൻ്റെ വേവലാതികൾ കൂടുകയേയുള്ളൂവെന്ന് അയാൾക്കറിയാം. അവൾ വളർന്ന് തളിരിടുകയാണ്. നെഞ്ചിൽ മുട്ടുകൾ വിരിയുകയാണ്. അവളുടെ അമ്മ അയാൾ അറിയാതെ അവൾക്ക് ബേബി ബ്ര വാങ്ങിക്കൊടുത്തത് അയാൾ ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം പുറത്തുപോയ അയാൾ പൊടുന്നനവേ മടങ്ങി വരുന്നത് കണ്ട് അമ്മ മുറ്റത്തെ വെയിലിൽ ആറാനിട്ട മകളുടെ ഇളം ബ്ര ധൃതിയിൽ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. മറ്റുള്ളവർ തന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്ന എന്തും അയാളുടെ കണ്ണിൽ പെടുമായിരുന്നു. അയാൾ സർവീസിലുണ്ടായിരുന്ന കാലത്ത് ഫയലുകൾ കാണാതെ പോകുമായിരുന്നു. എല്ലാ സർക്കാർ ആഫീസുകളിലും അങ്ങനെ സംഭവിക്കുമല്ലോ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അരിച്ചു പെറുക്കി പരതിയാലും ഫയലുകൾ കണ്ടെത്തില്ല. അപ്പോൾ അവർ അയാളുടെ സഹായം തേടും. അയാൾ കാലാകാലങ്ങളായി ഇരുമ്പു റാക്കിന്മേൽ അടുക്കി വെച്ച ഫയലുകളുടെ മുൻപിൽ ചെന്നു നിന്ന് ഒരു നിമിഷം ആലോചിക്കും. ചിലന്തി വലയും പൊടിപടലങ്ങളും അലങ്കരിച്ച റാക്കിന്മേൽ ചാഞ്ഞും ചരിഞ്ഞും കിടക്കുന്ന ഫയലുകളിലൂടെ ഒരു പെണ്ണിൻ്റെ ഷാംപൂ മണമുള്ള തലമുടിയിലൂടെ എന്നവണ്ണം അയാളുടെ വിരലുകൾ സഞ്ചരിക്കും. അടുത്ത നിമിഷം അയാൾ കാണാതായ ഫയൽ പൊക്കിക്കൊണ്ടുവരും. അയാളുടെ അസാധാരണമായ ഈ കഴിവ് ആഫീസിൽ എല്ലാവരും അംഗീകരിച്ചിരുന്നു.
പണ്ടൊരിക്കൽ സൂപ്രണ്ട് രമണി രാജഗോപാലൻ്റെ ഇടതുകാതിലെ സ്റ്റഡ് കാണാതെ പോയി. അരിച്ചു പെറുക്കി നോക്കിയിട്ടും ആർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ വെറും LDC ആയ അയാളുടെ സഹായം അവർ ആവശ്യപ്പെട്ടു. കാണാതെ പോയ രമണി സൂപ്രണ്ടിൻ്റെ സ്റ്റഡ് ഒരു 5 നിമിഷത്തിനകം അയാൾ കണ്ടെത്തി. അത് അവരുടെ ബ്ലൗസിനുള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അയാൾ അവരുടെ മാറിലേക്ക് കൈ ചൂണ്ടിയപ്പോൾ രമണി സൂപ്രണ്ടിൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്നു. 2 ദിവസമായി അവൾ മുറിയിലിരുന്ന് ഒരു പാട്ട് പാടുന്നു. അവൾ മുറിയുടെ കതകുകൾ എപ്പോഴും അടച്ചിട്ടിരിക്കും. അതുകൊണ്ട് അയാൾക്ക് പാട്ടിൻ്റെ വരികൾ വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. അവൾ ഇങ്ങനെ ആവർത്തിച്ചു പാടുന്ന പാട്ട് എന്തെന്ന് അറിയാൻ അയാൾക്ക് താല്പര്യം തോന്നി. അയാൾ വാതിലിന് പിറകിൽ ചെന്ന് നിന്ന് ശ്രദ്ധിച്ചു. അയാളുടെ പിറകെ വന്നു നിന്ന് ഭാര്യയും ചെവി കൊടുത്തു. എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എൻ്റെ അപ്പൻ കട്ടോണ്ട് പോയേ, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തേ. അവളുടെ അമ്മ അയാളോട് പറഞ്ഞു. ഓള് പറഞ്ഞത് ഇങ്ങൾ കേട്ടില്ലേ, ഇങ്ങൾ എൻ്റെ ജിമിക്ക് കമ്മൽ കട്ടോണ്ട് പോയെന്ന്. നിങ്ങളെപ്പോഴാണ് എനിക്ക് ജിമിക്ക് കമ്മൽ മേടിച്ചു തന്നത്? ഇങ്ങളെ മോളിപ്പോൾ പച്ചക്കള്ളം പറയാനും തുടങ്ങിയിരിക്കുന്നു. നാണമില്ലേ മനുഷ്യ ഇത് കേട്ടിരിക്കാൻ? ഇങ്ങളെ കള്ളനെന്ന് വിളിച്ചിട്ടും ഇങ്ങൾക്കൊരു അനക്കമില്ല. ആണാണെങ്കിൽ മോളോട് ചെന്ന് 2 വാക്ക് ചോദിക്ക്, ഓളെ കരണത്ത് 2 പൊട്ടിച്ചു കൊടുക്ക്. ഒന്നും ഉരിയാടാതെ അയാൾ കാതോർത്തു നിൽക്കവേ മകൾ പാട്ട് തുടർന്നു. എൻ്റെ അപ്പൻ്റെ ബ്രാൻഡിക്കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തേ, ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം. അമ്മയ്ക്ക് കലി വന്നു. ഇങ്ങളെ മോള് കള്ളത്തിയ, ഓള് പിന്നെയും പച്ചക്കള്ളം പറയുന്നു. ഇങ്ങളെ ബ്രാൻഡിക്കുപ്പി ഞാൻ കുടിച്ചു തീർത്തെന്ന്. നിങ്ങൾ ഇതുവരെ ബ്രാൻഡി കൈകൊണ്ട് തൊട്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയാ അത് കുടിച്ചു തീർക്കുക? അല്ലെങ്കിൽ ഞാനറിയാതെ ഇങ്ങൾ കുടി തുടങ്ങിയോ? ഇങ്ങക്ക് ഇപ്പോൾ ഇങ്ങളെ മോള് മതി, ഓളോടാ ഇങ്ങൾ എല്ലാ സീക്രട്ടും പറയുന്നത്. അപ്പൻ്റെ ബ്രാൻഡിക്കുപ്പി ഞാൻ കുടിച്ചു തീർത്തു പോലും. വാതിൽ തുറന്ന് പുറത്തു വന്ന മകൾ അതു കേട്ടു. അമ്മ കുടിക്കേണ്ടത് ബ്രാൻഡിയല്ല. അമ്മ മകളെ രൂക്ഷമായി ഒന്ന് നോക്കി. അതേ രൂക്ഷതയോടെ മകൾ അമ്മയ്ക്ക് ആ നോട്ടം തിരിച്ചു കൊടുത്തു. അച്ഛാ, എല്ലാ പെൺകുട്ടിയോളെ കാതിലും ഇപ്പോൾ ജിമിക്ക് കമ്മല, എനക്ക് മാത്രമില്ല, എനക്കും വേണം ജിമിക്ക് കമ്മൽ. മനസ്സുകൊണ്ട് അപ്പോൾ അയാൾ തലശ്ശേരിയിലെ ഒരു സ്വർണ്ണക്കടയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഇരുവശത്തും മുടിമെടഞ്ഞിട്ട് കവിളിൽ നുണക്കുഴിയുമായി നടക്കുന്ന മകൾക്ക് ജിമിക്ക് കമ്മൽ നന്നായി ചേരുമെന്ന് അയാൾക്കറിയാം. അയാളുടെ ഷർട്ടിൻ്റെ അയഞ്ഞ കീശയിൽ കണ്ണടക്കൂടിനോട് ചേർന്ന് ബ്ലേഡുകാരനിൽ നിന്ന് ഇരട്ടിപ്പലിശയ്ക്ക് വാങ്ങിയ തുകയുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവനും കടം വാങ്ങിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് അയാൾ ഒരു ബ്ലേഡുകാരൻ്റെ കയ്യിൽ അകപ്പെടുന്നത്. ഇതൊക്കെ അയാളുടെ മനസ്സിലുള്ളതാണ്. ശരീരം കൊണ്ട് അയാൾ ബ്ലേഡുകാരൻ്റെ അരികിൽ ചെന്നിട്ടില്ല. ചെല്ലേണ്ടി വരുമോ എന്ന ഭയം അയാളിൽ നിറഞ്ഞു വരികയാണ്. ശരീരം കൊണ്ട് അയാൾ അസ്വസ്ഥനായി മുറ്റത്ത് തെക്കുവടക്ക് നടന്നു. മോളെ, സ്വരം മയപ്പെടുത്തി അമ്മ പറഞ്ഞു, ഇൻ്റച്ഛൻ ഒന്നിനും കൊള്ളാത്തവനാ. ആടുകളെ മേയ്ക്കുന്നത് പോലും ഇൻ്റച്ഛനെ ഇതുവരെ ഞാൻ മേയിച്ചു നടന്നു. അതുകൊണ്ടാ നമ്മൾ അന്നത്തിന് മുട്ടില്ലാതെ കഴിയുന്നത്. അല്ലെങ്കിൽ ഇനി ഞാനും ഇപ്പോൾ പിച്ചച്ചട്ടി എടുത്ത് എരന്ന് നടക്കുന്നുണ്ടാവും. അമ്മയുടെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് എരന്ന് നടക്കുന്നതാ. പറഞ്ഞോ, വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞോ. ഞാനില്ലാതാവുമ്പോൾ എനിക്ക് മനസ്സിലാവും. അമ്മ 57 കൊല്ലം പഴക്കമുള്ള അവരുടെ കണ്ണുകൾ തുടച്ചു. ക്ലാസ്സിൽ എൻ്റെ ബെഞ്ചിൽ ഇരിക്കുന്ന അനഘയ്ക്ക് ജിമിക്ക് കമ്മലുണ്ട്. ഓള് പറഞ്ഞപ്പോൾ ഓളെ അച്ഛൻ ഉടനെ തലശ്ശേരിയിൽ പോയി കമ്മൽ മേടിച്ചു കൊടുത്തു. എനക്കും വേണം ജിമിക്ക് കമ്മൽ, അച്ഛനും എനക്ക് മേടിച്ചു തരണം. അയാൾ വിഷണ്ണനായി നിന്നു. അയാൾക്ക് തൻ്റെ ശ്വാസകോശം കുടലിലേക്ക് ഇറങ്ങുന്നതായി തോന്നി. മോളെ, അതിന് കുറേ പൈസ വേണം. എൻ്റെ കയ്യിൽ ഒരു ചില്ലി കാശില്ല. പൈസ ഇല്ലെങ്കിൽ എന്താച്ചാ, കടം മേടിച്ചാൽ പോരെ? നാട്ടുകാർ മുഴുവനും ഇപ്പോൾ എന്നെ മക്കാറാക്കുക. ഓല എന്നെ കാണുമ്പോൾ പറയും, നാട്ടുകാരെ ഓടിക്കോ, ദാ കടം ചോദിക്കാൻ മദനൻ വരുന്ന്, ഓടിക്കോ. അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. മടുത്തു മോളെ, ഇനി കടം ചോദിക്കാൻ എനക്ക് വയ്യ. നിങ്ങൾ തന്നെയല്ലേ മോളെ ലാളിച്ച് വെടക്കാക്കിയത്, അനുഭവിക്ക്. അയാൾ ഒന്നും പറയാതെ പുറത്തിറങ്ങി നടന്നാൽ ഇത്തിരി ആശ്വാസം കിട്ടും. നിങ്ങൾ എടിയാ പോകുന്നത്? ഏടിയില്ല. അയാൾ നടന്നു തുടങ്ങി. അച്ഛൻ ജിമിക്ക് കമ്മൽ മേടിക്കാൻ പോകുക, മകൾ പറഞ്ഞു. അവൾ യൂണിഫോം ധരിച്ച് ഷൂവിൻ്റെ സ്ട്രാപ്പിട്ട് ബാഗ് ചുമലിലിട്ട് സ്കൂളിലേക്ക് പോയി. അടുക്കളയിൽ ഇരുന്ന് മുറിച്ച മുള്ളുവാളമീൻ ഉപ്പിട്ട് കഴുകുമ്പോൾ അമ്മയ്ക്ക് ഒരു വെളിപാട് വന്നു. അവർ കൈകൾ കഴുകി തുടച്ച് ഫോണിൻ്റെ അരികിലേക്ക് നടന്നു. മഹിള ടീച്ചറാണോ? അതെ, നിങ്ങളെവിടുന്നാ വിളിക്കുന്നത്? ഇത് നിങ്ങളെ ക്ലാസ്സിലെ വിഷ്ണുപ്രിയേൻ്റെ അമ്മയാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പെൺകുട്ടികൾ ജിമിക്ക് കമ്മലിട്ട് ക്ലാസ്സിൽ വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കുട്ടികൾ സ്കൂളിൽ വരുന്നത് ഫാഷൻ പരേഡിനല്ല, പഠിക്കാനാ. നിങ്ങൾ ജിമിക്ക് കമ്മൽ ക്ലാസ്സിൽ ബാൻ ചെയ്യണം. നിങ്ങൾ പോയി CEO പറയ്. അതാരാ? എനിക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല. സംസാരിച്ചിരിക്കലല്ലാതെ നിങ്ങൾ ടീച്ചർമാർക്ക് വേറെന്താ പണി?
പെൺകുട്ടിയോൾ ജിമിക്ക് കമ്മലോ ജിമിക്ക് വളയോ എന്ത് വേണമെങ്കിലും ഇട്ടോട്ടെ, പെൺകുട്ടികൾക്ക് അതൊരു സന്തോഷമാണ്. നിങ്ങൾക്ക് സ്വർണ്ണപ്പീടിയക്കാർ കമ്മീഷൻ തരുന്നുണ്ടോ ടീച്ചറെ? മഹിള ടീച്ചർ ചടേന്ന് മൊബൈൽ കട്ട് ചെയ്തു. അച്ഛൻ വന്നോ? വന്നു, എൻ്റെ മുറിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. പലപ്പോഴും അയാളുടെ പകലുറക്കം മകളുടെ മുറിയിലായിരിക്കും. ജാലകം തുറന്നിട്ടാൽ കൊന്നമരച്ചില്ലകളിൽ ഉരസി വരുന്ന കാറ്റ് കിട്ടും. അവളുടെ മുറിയിലോളം കാറ്റ് വീട്ടിൽ മറ്റൊരിടത്തും കിട്ടില്ല. അച്ഛൻ ജിമിക്ക് കമ്മൽ കൊണ്ടുവന്നോ? ആ മോഹം എൻ്റെ മനസ്സിലിരിക്കട്ടെ. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഇനി ജിമിക്ക് കമ്മൽ ഇടില്ല. അവളുടെ മുഖം തുടുത്തു വീർത്തു. ഞാൻ തൂങ്ങിച്ചാകും, സ്വരം കടുപ്പിച്ച് അവൾ പറഞ്ഞു. ഇന്ന് ഞാൻ ശരിക്കും തൂങ്ങിച്ചാകും. കുറേ കാലായല്ലോടി ഇനി ഇത് പറയുന്നു. ഇന്നാല് ചെന്ന് ചാക്, മറ്റുള്ളവർക്ക് സമാധാനമായി കഴിയാലോ, അമ്മ പറഞ്ഞു. അവൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അവളുടെ ചങ്ക് മുറുകുകയും നെറ്റിയിലെ ഞരമ്പുകൾ പിടയുകയും ചെയ്തു. ഞാൻ ചാകാൻ പോകുക, എന്നെ ഇനി നിങ്ങൾ ആരും കാണില്ല. അവളുടെ മുഖം കാറ്റു കയറിയതുപോലെ വിയർക്കുകയും കീഴ്ചുണ്ടും താടിയും വിറയ്ക്കുകയും ചെയ്തു. അവൾ കാലുകളിലെ സ്ട്രാപ്പ് ഷൂകൾ കുടഞ്ഞു തെറിപ്പിച്ച് ചുമലിൽ നിന്ന് സ്കൂൾ ബാഗ് ഊരിയെടുത്ത് കസേരയിലേക്ക് വലിച്ചെറിഞ്ഞ് സ്വന്തം മുറിയിലേക്ക് കുതിച്ചു. വാതിൽക്കൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി അവൾ പറഞ്ഞു, ഞാൻ പോകുക, ബൈ. ചാരിയ വാതിലുകൾ തള്ളി തുറന്ന് മുറിയിലേക്ക് കയറിയ അവളുടെ മുഖത്തിനു നേരെ മുൻപിൽ ചെറുതായി ആടുന്ന 2 കാലുകൾ. അരയിൽ മുറുക്കിയെടുത്തിരുന്ന കറുത്ത കരയുള്ള ഖാദിമുണ്ട് അഴിഞ്ഞ് താഴെ വീണുകിടപ്പുണ്ടായിരുന്നു.